ഹായ് ഗൈഡ്സ്, നമ്മളിന്ന് നല്ല തനി നാടൻ കേരമീൻ കറി അത് വയ്ക്കാൻ പോയാണ്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചൂര, കേരച്ചൂര എന്ന് പറയും. ഒരുപാട് ഇനം ചൂരകളുണ്ട്, പക്ഷേ ഏറ്റവും നല്ലത് കേരച്ചൂരയും നെയ്മീൻ ചൂരയൊക്കെയാണ്. ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് കേരച്ചൂരയാണ്. ഇത് ഈ വേസ്റ്റ് എല്ലാം കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുത്തു കഴിഞ്ഞപ്പം ഒരു 1-1.25 കിലോയോളം ചൂര കാണും. എന്നിട്ട് ഇനി അതിന് ഞാൻ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസുകൾ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇഞ്ചി ചെറുതായി ഒരു പീസ് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്നു. പിന്നെ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്നു. അത് അവരവരുടെ ഇഷ്ടം പോലെ എടുക്കുക. നല്ല ടേസ്റ്റാവും. കൂടുതലായിട്ട് മീൻ പൊടിഞ്ഞു പോകത്തില്ല. പിന്നെ അസിഡിറ്റിക്ക് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇത് പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാനൊരു 3 എടുത്തിട്ടുള്ളൂ. പിന്നെ ചെറിയ ഉള്ളി, കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് ചെറിയ ഉള്ളിയാണ്. പിന്നെ ഞാനൊരു നല്ല പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 2 അല്ലി കുടംപുളിയുണ്ട്, ഞാൻ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പോൾ തേങ്ങാപ്പാലാണ്. ഇത് കറിക്ക് നല്ല സ്വാദും നല്ല കൊഴുപ്പും കൂട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇത് കറിവേപ്പില, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ്. ഇനി ഇത് ഞാൻ എങ്ങനെയാണ് പാകം ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി. ഞാൻ അതിനകത്തേക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ഇഞ്ചി, കൊത്തിയരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കുകയാണ്. ഇത് നന്നായി എണ്ണയിൽ കിടന്ന് മൂക്കട്ടെ. ചെറിയ ഉള്ളി കണ്ട് ചേർക്കുകയാണ്. അതുപോലെ തന്നെ പച്ചമുളകും. ഇനി ഇത് നല്ല രീതി മൂക്കട്ടെ. ഇനി നമ്മൾ തീ വളരെ കുറച്ച് വെക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളിടുന്ന മസാല പൊടികൾ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് അത് തീ വളരെ കുറയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. കണ്ടിപ്പോൾ ഞാൻ മസാലകൾ എല്ലാം ഇടിയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ പച്ചമണം എല്ലാം മാറിയും വേണം തക്കാളി ഇടുന്നു. തക്കാളി ഇട്ട് ഒന്ന് സോക്ക് ചെയ്തിട്ട് കുടംപുളി ഇട്ട് അല്പം കറിവേപ്പില ഇട്ട് പാകത്തിന് വെള്ളം ഒഴിക്കണം. ഞാൻ സാധാരണ എന്ത് മീൻകറി വെച്ചാലും ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കറി തിളച്ച് നമ്മൾ മീൻ പെറുക്കിടാൻ പോവാണ്. ഇപ്പം നമ്മുടെ കറിയെല്ലാം മസാലയ്ക്കകത്ത് കിടന്ന് ഒന്ന് വെന്ത് അതിനകത്തേക്ക് പുളിരസവും ഉപ്പും മസാലകളും എല്ലാം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് അവസാനമായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പം കറി നല്ല ടേസ്റ്റോടെ ഇരിക്കും. അതുപോലെ നല്ല കുറുകിയ നമ്മുടെ ചാറുകേര ഇരിക്കും. മീൻ കറി നന്നായി സെറ്റായി ഗൈഡ്സ്. ഇനി നമ്മളിതിനൊന്ന് ഉപ്പ് നോക്കണം. പോരാങ്കിൽ ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഹായ് ഗൈഡ്സ്, ഇപ്പം നമ്മൾ നല്ല വെള്ളച്ചോറ്, ആവി പറക്കുന്ന നല്ല ചൂട് ചോറിലേക്ക് നമ്മുടെ കറി റെഡിയായി. കറി ഇത് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണിത്. ചോറിനും രാത്രി ചപ്പാത്തിക്കൊക്കെ എടുക്കുമ്പം നന്നായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഇന്നത് വെച്ച് കഴിഞ്ഞത് നാളെ എടുക്കുമ്പോഴാണ് ഇതിൻ്റെ റിയലായിട്ടുള്ള ടേസ്റ്റ് അറിയാൻ സാധിക്കുന്നത്. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം.